ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. പല ആളുകളും എനിക്ക് മെയിൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കാലിൽ ഒരു സിറിഞ്ച് കുത്തി, അല്ലെങ്കിൽ ചെരുപ്പിനകത്തൂടെ ഒരു സിറിഞ്ച് വന്നിട്ട് കാലിൽ തറച്ചു, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതുവഴി HIV ട്രാൻസ്മിറ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിട്ടാണ് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യാറുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്ന് കോളുകൾ വരാറുണ്ട്. അർദ്ധരാത്രിയിലൊക്കെ കോളുകൾ ഈ ഒരു കാര്യം പറഞ്ഞ് വരാറുണ്ട്. ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഒരാഴ്ചയായി ഉറക്കം പോയിട്ട് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. എനിക്ക് ഇതിലേക്കൊക്കെ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് സിറിഞ്ചുകളാൽ നിറയുന്ന കേരളത്തെ പറ്റി, അല്ലെ? ഇനിയിപ്പം വരും വർഷങ്ങളിൽ ഇപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയൊക്കെ വരിക എന്ന് പറയുന്ന പോലെ തന്നെ വരും വർഷങ്ങളിൽ കേരളത്തിൽ സിറിഞ്ചിൽ നീഡിൽസ് കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെയും എൻ്റെയും എല്ലാം കാലിൽ സിറിഞ്ച് തറയ്ക്കുക തന്നെ ചെയ്യും. ആ രീതിയിലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗമാണ് കേരളത്തിലെ കൊച്ചു കുട്ടികളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, യെസ്, നിങ്ങൾ കേട്ടാൽ ശരിയാണ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, ഈ രീതിയിലുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് അവർക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മളുടെ നാട്ടിൽ വടക്കേ മലബാർ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവിടെ സിന്തറ്റിക് ഡ്രഗ് കച്ചവടം നടക്കുന്നത്. സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് പല വമ്പന്മാരും ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സർക്കാരിനും അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ രീതിയിൽ ഇത്രയും വലിയ രീതിയിൽ ഈ സിന്തറ്റിക് ഡ്രഗുകൾ കേരളത്തിലേക്ക് എത്തുന്നത്. കോവിഡിന് ശേഷം, അതായത് കേരളത്തിൽ ഒരു 80% ആളുകളും മദ്യപിക്കുന്ന ആൾക്കാരാണ്. കോവിഡിന് ശേഷം സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം ഇതേ രീതിയിൽ തന്നെ ഈ 80% മദ്യപിക്കുന്ന ആളുകളിലേക്ക് തന്നെ ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം അത്ര രീതിയിൽ തന്നെ ഇത് വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു പല രീതിയിലുള്ള കൊലപാതകങ്ങൾ. ഈ അടുത്ത് ഒരു പയ്യൻ അവൻ്റെ ക്യാൻസർ ബാധിതനായ അമ്മയെ ചുറ്റുകൊണ്ട് അടിച്ചു കൊല്ലുന്നതും സ്വന്തം സഹോദരനെ കൊല്ലുന്നതുമൊക്കെ നിങ്ങൾ കണ്ടു. ഇതൊക്കെ ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ചോര കണ്ട് അറച്ച, അല്ലെങ്കിൽ ചോര കണ്ട് മതിമറന്ന കുറച്ച് ബാല്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളവർ. അവർക്ക് പേടിയില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇതുപോലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗം. ഈ ഡ്രഗ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആ ഒരു കൺട്രോൾ കിട്ടത്തില്ല. ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവലായിരിക്കും. അതിനെ കൊന്നു തള്ളാൻ തന്നെ ആയിരിക്കും അതിന് തോന്നുക. ഇത് കുട്ടികളുടെ കാര്യമായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ. ഈ അടുത്ത് എൻ്റെ ഇടയിൽ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോയുടെ ചില ക്ലിപ്പുകൾ ഞാനിവിടെ ഇട്ടുതരാം. കാരണം ഈ സാധനങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികൾ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പല വീഡിയോയിലും പറയുന്ന ഒരു സെൻറ്റൻസും ഉണ്ട്. നിങ്ങൾ കുട്ടികളെ കുട്ടികളായിട്ട് കാണുന്നതാണ് പ്രശ്നം. കുട്ടികൾക്കുള്ളിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്ന് ഓൾവേസ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ 8ലും 7ലും പഠിക്കുന്ന കുട്ടികളെ ഒരിക്കലും കുട്ടികളായിട്ട് കണക്കാക്കരുത്. ആ രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. അല്ല, എൻ്റെ കുട്ടി അങ്ങനെയാണ്, എൻ്റെ കുട്ടി തന്നെയാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അവിടെയാണ് നിങ്ങളുടെ കെയറിങ് കുറയുന്നത്, അവിടെയാണ് നിങ്ങളുടെ ജാഗ്രത കുറയുന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പല മാതാപിതാക്കളോടും ഞങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, കുട്ടികളെ കുട്ടികളായിട്ട് കണക്കാക്കാതിരിക്കുക. അവർ ഒരു നല്ല ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക. അതേ ജാഗ്രതയോടുകൂടിയാണ് ഒരു പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യേണ്ടത്. എവിടെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൊന്ന് മാറിക്കഴിഞ്ഞാൽ ഏതൊക്കെ ലൂപ്പ് ഹോൾസിലൂടെ ഇവർക്ക് വെളിയിൽ പോകാം, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇന്നത്തെ സമൂഹം നമ്മുടെ പേരൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഞങ്ങളുടെ ഇടയിൽ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ചികിത്സ തേടിയെത്തുന്ന കുട്ടികളുടെ അളവ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് വൻ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതേമാതിരി തന്നെ കൊച്ചിയിലുള്ള പല സ്വകാര്യ ആശുപത്രികളും, ഇവിടെ എനിക്ക് പേരെടുത്തത് പറയാൻ സാധിക്കില്ല, പല സ്വകാര്യ ആശുപത്രിയും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ആ വീഡിയോയിൽ റിപ്പോർട്ടർ പറയുന്ന പോലെ തന്നെ ഗർഭചിത്രത്തിന് അവർ എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ മുതൽ 2.25 ലക്ഷം രൂപ വരെയാണ് ഒരു ഗർഭചിത്രത്തിന് അവർ വാങ്ങുന്നത്. ചെറിയ കുട്ടികളുടെ 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഗർഭചിത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം ബേസ് ചെയ്ത് വൻ ഒരു മാഫിയ തന്നെ ഇതിനകത്തുണ്ട്.
അപ്പം ഇനിയുള്ള കാലത്ത് ഇതേമാതിരിയുള്ള സിന്തറ്റിക് ഡ്രഗ് വൻ രീതിയിൽ ഒരു 1000 മടങ്ങിൽ വർദ്ധിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾ ഒരു 5-10 വർഷം കഴിഞ്ഞ് കേൾക്കുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാവും. ഇത് ഞാൻ 2025 ഫെബ്രുവരി അവസാന ആഴ്ചയിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1000 മടങ്ങോളം സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. കുട്ടികളെല്ലാം അതിമാരകമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും നമ്മൾ കേരളം കാണാത്ത രീതിയിലുള്ള ക്രിമിനൽ കൊലപാതകങ്ങളിലേക്കും പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങളും ഒക്കെ നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ എൻ്റർ ആയിക്കഴിഞ്ഞു. ഇത് വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ സമൂഹം, നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇനി ഏത് നിമിഷം വേണമെങ്കിലും വഴി കിടന്ന ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇവരിൽ പല പെൺകുട്ടികളും ഗർഭിണികളാകുന്നു. അങ്ങനെ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് എറണാകുളത്ത് ചില പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. ഈ വാർത്ത നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ 3 മണി 4 മണി 5 മണി ആ ഒരു സമയത്ത് നമ്മൾ അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചിരുന്നു. പ്രായപൂർത്തിയാവാത്ത 18 വയസ്സ് പോലും തികയാത്ത കൊച്ചു പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ഇവരെല്ലാവരോട് കൂടിയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. അമ്മാതിരിയുടെ തോന്നിവാസങ്ങളാണ്. ഞങ്ങൾ ചെല്ലുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ കണ്ട കാഴ്ചകൾ പ്രദേശവാസികൾ എല്ലാവരും ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ അവർ പറയുകയാണ്. പുലർച്ചെ 5:30 മണി 6 മണി സമയത്ത് 2 പെൺകുട്ടികൾ അർദ്ധനഗ്നരായി, അതിലൊരു പെൺകുട്ടി ഓൾമോസ്റ്റ് പൂർണ്ണ നഗ്നയായിട്ട് അവിടെ റോഡിന്റെ സൈഡിൽ 6 മണി സമയത്ത് ഈ റോഡിന്റെ സൈഡിൽ മയിൽക്കുറ്റികളൊക്കെ ഉണ്ട്. ഒരു ഷോള്, അതിന്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഇവിടെ കയറി കിടക്കുന്നുണ്ട്. അവിടെ ആ മയിൽക്കുറ്റിയോട് ചേർന്ന് കിടന്ന് ഉറങ്ങുകയാണ്. പ്രദേശവാസികൾ ഭയന്നു പോയി, ജീവൻ പോയി കിടക്കുകയാണെന്ന് അവർ വിചാരിച്ചു. വന്ന് തട്ടി വിളിച്ചപ്പോൾ ശ്വാസമുണ്ട്. തലേദിവസം കുത്തിക്കയറ്റിയ മരുന്നിന്റെ പവറിൽ ഈ 2 പെൺകുട്ടികളും ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. ഇവർ രാത്രി 12 മണി കഴിഞ്ഞ് പുലർച്ചെ 6 മണി 7 മണി വരെ കണ്ട മരുന്നും കുത്തിക്കയറ്റി ഇവർ ചെയ്തു വെക്കുന്ന വിക്രിയകൾ ജോലിക്കാണ് പഠിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിടുന്ന ഈ കുട്ടികൾ കൊച്ചിയിൽ വന്ന് ഇവരിവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നുള്ളത് ഇവരുടെ പേരൻസ് അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. തീർച്ചയായിട്ടും പേരൻസ് ആയിട്ടുള്ളവർ അന്വേഷിക്കണം. ഞാൻ ഈ വാർത്ത ചെയ്യുന്ന പേരൻസിന് വേണ്ടിയാണ്. എന്റെ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ അവരെ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് അയക്കുകയാണ്. വീഡിയോ കണ്ടല്ലോ അല്ലെ? ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. കാരണം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ഈ ഒരു ടീം ഞങ്ങൾ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഹാൻഡിൽ ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ഡേറ്റാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഡേറ്റാസ് ഉണ്ട്. ഞങ്ങൾക്ക് മറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്സ് ഉണ്ട്, അവരുടെ ഡേറ്റാസ് ഉണ്ട്. അപ്പം ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, അതായത് ഈ കൊച്ചുകുട്ടികൾ, അതായത് ഈ സ്കൂളിൽ പഠിക്കുന്നതും പ്രായപൂർത്തിയാകാത്തതുമായിട്ടുള്ള കുട്ടികൾ MDMA പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുണ്ടോ പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകൾ, അതായത് എനിക്ക് ഹോസ്പിറ്റൽ അറിയാം, ഡോക്ടറുടെ പേരറിയാം, ആരാന്നറിയാം, എന്താണെന്നറിയാം, എന്നാലും എനിക്കത് പറയാൻ പറ്റില്ല. ഡ്യൂട്ടിയിൽ MDMA എടുത്തിട്ട് ഡ്യൂട്ടി ചെയ്യാൻ വരുന്ന ഡോക്ടേഴ്സിനെ എനിക്കറിയാം. MDMA എടുത്തിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉറക്കം വരാതിരിക്കാൻ MDMA യൂസ് ചെയ്യുന്ന ആളുകളെ അറിയാം. MDMA യൂസ് ചെയ്തിട്ട് ലോങ് ട്രിപ്പ് ഡ്രൈവിംഗ് പോകുന്ന ഡ്രൈവിംഗ് തൊഴിലാളികളെ അറിയാം. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന് ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ ഞങ്ങളോട് പൊതുവെ ഒന്നും ഒളിച്ചു വെക്കാറില്ല. ഞങ്ങൾ ആ രീതിയിലാണ് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്ത് അവരെ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പറയിപ്പിക്കുകയാണ് നമ്മുടെ ജോലി. അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് നമ്മൾ 8-9 വർഷം കൊണ്ട് ആർജിച്ച ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ ഇത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യാനൊന്നും പറയാറില്ല. അറിയാം, നമ്മൾ യാതൊരു രീതിയിലുള്ള ഒരു ഫലവും വെച്ചിട്ടല്ല നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ഇത് ഷെയർ ചെയ്യാനായിട്ടോ ഒന്നും പറയാറില്ല. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ പോലും നോക്കരുത്, അല്ലെങ്കിൽ HIV സിംറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിടുന്ന വീഡിയോ പോലും നോക്കരുതെന്നേ ഞങ്ങൾ പറയാറുള്ളൂ. അങ്ങനെ ഇതിൽ നിന്നൊരു ഇൻകം എന്നുള്ള രീതിയിലൊന്നും ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഫോൺ കൗൺസിലിങ്ങിന് പേയബിളാണ്. കാരണം നമ്മൾക്ക് ഒരാളുമായിട്ട് സംസാരിച്ച് നമ്മുടെ വായിൽ വെള്ളം പറ്റിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. 2 മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നത്. ഞങ്ങളുടെ അത്രയും സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. ഇനി അതിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി HIV ട്രാൻസ്മിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പല ആളുകൾക്കുള്ള സംശയം. അപ്പോൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി ഈ പറയുന്ന രീതിയിലൊന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇതിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് 0.032% മാത്രമേ ഉള്ളൂ. അങ്ങനെ ലോകത്ത് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കേസുകളൊന്നുമില്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 2000 കാലഘട്ടത്തിലൊക്കെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിരുന്നു. അത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി HIV ട്രാൻസ്മിറ്റ്. പക്ഷേ ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മറ്റു രീതിയിലുള്ള ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പം അങ്ങനെയാണ് HIV ട്രാൻസ്മിറ്റ് ആകുക. അല്ലാതെ HIV വൈറസിന് അന്തരീക്ഷ ഊഷ്മാവിൽ നിലനിൽക്കാനോ അത് ഒരു സർഫസിൽ അതിനെ കുറേ നേരം പറ്റിപ്പിടിച്ചിരിക്കാനോ ഉള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 തന്നെയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനിയിപ്പം സിറിഞ്ചോടുകൂടി, അതായത് സിറിഞ്ച് അതിനകത്ത് ബ്ലഡ് വിത്ത് നീഡിൽ ആ ഒരു രീതിയിൽ നേരെ ചവിട്ടി കാലിനകത്ത് ദേഹത്തിനുള്ളിൽ ബ്ലഡ് കയറി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പിലോട്ട് പോകാം. അല്ലാതെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരിക്കലും റബ്ബ് ചെയ്തത് ശക്തമായിട്ട് തിരുമുവോ റബ്ബ് ചെയ്യുകയോ ഒന്നും ചെയ്ത് സാധാരണ രീതിയിൽ വാഷ് ചെയ്യുക. എന്തെങ്കിലും പൊടിയോ മറ്റു തുരുമ്പിൻ്റെ അംശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു TT എടുക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ ഒരു പ്രിപ്പിലോട്ടോ കാര്യങ്ങളിലോട്ടോ പോവാതിരിക്കുക. നിങ്ങൾ പ്രിപ്പിന് വേണ്ടി പോകുമ്പോൾ ദയവ് ചെയ്തിട്ട് ഈ MBBS മാത്രമുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും PG ഉള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവാതെ ഒരു വൈറോളജിസ്റ്റിനെ തന്നെ പോയി കാണാൻ പ്രത്യേകം ശ്രമിക്കുക. അവർക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രിപ്പിലേക്ക് നിങ്ങളെ വെറുതെ വിടും. നിങ്ങൾ ആവശ്യമില്ലാതെ പ്രിപ്പ് ശരീരത്തിലോട്ട് കയറ്റേണ്ട കാര്യമില്ല. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴിയൊന്നും HIV ട്രാൻസ്മിറ്റ് ആയ ചരിത്രമൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ART സെൻറ്ററിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്ന കേട്ടിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രകാരമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ജാമ്പവാൻ്റെ കാലത്ത് പ്രോട്ടോക്കോൾ വെച്ച് സംസാരിക്കുന്നവരോട് അവർക്ക് മറുപടി പറയാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. സോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ ആവാതിരിക്കുക. അങ്ങനെയൊന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തതാണ്, ചെവിക്കുള്ളിൽ ഉണ്ടാകുന്ന വാക്സ് വഴി ബഡ്സ് വഴി ആരെങ്കിലും ചെവി ക്ലീൻ ചെയ്തിട്ട് ആ ഒരു വാട്സിലൂടെ നമുക്ക് HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇത്രയുള്ള ബാലിശമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ നാട്ടിൽ എനിക്കിപ്പോൾ ഒരു മറ്റേ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. കേരള സർ 100% ലിറ്ററസി സർ. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് HIV അങ്ങനെ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ കിസിങ്ങിലൂടെയോ മറ്റൊരാളെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാലോ ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലോ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പോഴാണ് ചെവിയിൽ ഒരു ചെറിയ വാട്സ്. ഇങ്ങനെയൊന്നും HIV ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. ഞങ്ങളുടെ മെയിൽ ID-യിലോട്ട് മെയിൽ അയക്കുക. അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മൾ ആ ഒരു രീതിയിലോട്ടാണ് ഇനി മുമ്പോട്ട് അടുത്ത വരും വർഷങ്ങളിൽ നമ്മുടെ സമൂഹം കടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക.